ഭിന്നതകളെല്ലാം മാറ്റിവെച്ച് കെ സുധാകരൻ നിയുക്ത കെ.പി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് ആശംസയുമായി കണ്ണൂർ ഡി.സി.സി ഓഫീസിലെത്തി. സണ്ണി ജോസഫിനെ ആശ്ലേഷിച്ച് പിന്തുണയും അറിയിച്ചു. തന്നെ മാറ്റുമെന്ന സൂചനയും 2 ദിവസം മുമ്പ് കിട്ടിയെന്ന് കെ സുധാകരൻ പറഞ്ഞു. ആര് പകരം എന്നത് മാത്രമായിരുന്നു അറിയാനുണ്ടായിരുന്നതെന്ന് സുധാകരൻ പറഞ്ഞു. നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി പിന്തുണ അറിയിച്ചെന്ന് സണ്ണി ജോസഫ് എം.എൽ.എയും പറഞ്ഞു. Good result in the history of Congress. Of course. ചേർത്ത് പിടിക്കൂ. ഉമ്മ വെക്കണോ? ഉമ്മ വെക്കണോ? ചേർന്നു നിന്നത് മതിയോ, ഉമ്മ വെക്കണോ? ഇതൊക്കെയായിരുന്നു നിയുക്ത കെ.പി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനോട് കെ സുധാകരന്റെ ആദ്യ ചോദ്യങ്ങൾ. പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചതോടെ സുധാകരനും അഡ്വക്കേറ്റ് സണ്ണി ജോസഫും കണ്ണൂർ ഡി.സി.സി ഓഫീസിൽ വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് എത്തിയത്. ഷാൾ അണിയിച്ചും മധുരം നൽകിയുമൊക്കെ ആഹ്ലാദ പ്രകടനം. തന്നെ മാറ്റുമെന്ന സൂചന 2 ദിവസം മുമ്പ് തന്നെ കിട്ടിയിരുന്നുവെന്നും ആര് എന്നത് മാത്രമായിരുന്നു സംശയമുണ്ടായിരുന്നതെന്നും സുധാകരൻ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചതാ. ഞാൻ AICC പ്രസിഡന്റുമായും പ്രിയപ്പെട്ട രാഹുൽജിയായും ഞാൻ 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ അവർ ഏതാണ്ട് ഒരു തീരുമാനമെടുത്തു എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് എനിക്കതൊരു പുതിയ അറിവല്ല. ഞാൻ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആര് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പേരുകൾ പലതും വന്നു. ഇന്നാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം കിട്ടിയത്. അതിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ്. സന്തോഷത്തോടെയാണ് ഞാൻ സണ്ണി ജോസഫിൻ്റെ ഈ സ്ഥാനമാനത്തെ ഞാൻ അംഗീകരിക്കുന്നതും ഉൾക്കൊള്ളുന്നതും. എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സണ്ണി ജോസഫ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുണ്ട് ഈ മുഹൂർത്തം. തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വ്യക്തിത്വമാണ് സണ്ണി ജോസഫ്. കോൺഗ്രസ് ഇവിടെ ഉണ്ടാകും. തന്നെ തൊടാൻ കഴിയില്ലെന്ന രീതിയിൽ പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: ഇല്ല, നിങ്ങൾ പത്രക്കാർ പറഞ്ഞതേ നിങ്ങൾ എഴുതാവൂ, പറഞ്ഞതേ നിങ്ങൾ പറയാവൂ. ഞാൻ അങ്ങനെ ഒരു വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം, എൻ്റെ നേതാവാണ് രാഹുൽ ഗാന്ധി, എൻ്റെ നേതാവാണ് ഖാർഗെജി. എനിക്കറിയാം. അവരന്ന് സംസാരിച്ചപ്പോൾ തന്നെ അവരുടെ ഭാവവും അവരുടെ തീരുമാനവും എനിക്കറിയാം. ഞാൻ അങ്ങനെ ഒരു വിവരക്കേട് പറയുന്നവനല്ല എന്നറിയാലോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തണം നിങ്ങളത്. പുതിയ ടീമാണ് വന്നത്. 4 വർഷമായി താൻ ഈ സ്ഥാനത്ത്. മടുപ്പ് വരാം, എന്നാൽ തനിക്ക് മടുപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നും സുധാകരന്റെ പ്രതികരണം. 4 വർഷമായില്ലേ ഞാൻ ഒരു സ്ഥാനത്തിരിക്കുന്നത്. 4 വർഷം ഇരിക്കുമ്പോൾ ചില ആളുകൾക്ക് മടുപ്പ് വരൂല്ലേ? എനിക്ക് വന്നിട്ടൊന്നുമില്ല. എന്നാൽ നീരസമൊന്നും പ്രകടിപ്പിക്കാതെയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് ആശംസയുമായി കെ സുധാകരൻ ഡി.സി.സി ഓഫീസിൽ എത്തിയത്. ഡി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇരു നേതാക്കളെയും സ്വീകരിച്ചു. സുധാകരനെയും സണ്ണി ജോസഫിനെയും മുദ്രാവാക്യം വിളികളോടെയാണ് ഡി.സി.സി ഓഫീസിലേക്ക് പ്രവർത്തകർ ആനയിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.